ഹായ് ഓൾ. ഡെഡ്പൂൾ vs വോൾവറൈൻ. രാവിലെ കണ്ടത് രായനായിരുന്നു ഫസ്റ്റ് ഷോ, 11 മണിക്കുള്ള ഷോ. രായൻ കാണുമ്പോഴേ അതിന് തൊട്ടടുത്ത ഷോ ആയിട്ട് ഈ 2:15 ഷോയ്ക്ക് ഈ ഡെഡ്പൂൾ കാണണം, അല്ലെങ്കിൽ ഡെഡ്പൂൾ vs വോൾവറൈൻ അങ്ങനെ തന്നെ പറഞ്ഞു. കാരണം രണ്ടുപേരും മാരക പെർഫോമൻസ് ആണ് കാണിച്ചിരിക്കുന്നത്, ഒരാളെ മാത്രം പറയാൻ കഴിയില്ല. സോ അത് കാണണമെന്ന് ഭയങ്കര ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ടൈം ചില പ്രശ്നങ്ങൾ കാരണം എനിക്ക് കാണാൻ പറ്റിയില്ല. ആൻഡ് 6:15 ഫസ്റ്റ് ഷോ ഒറ്റക്കാണ് പോയത്. മഴയത്തായിരുന്നു, റിസ്ക് എടുത്ത് മഴയൊക്കെ കൊണ്ടുപോയി. അവിടത്തെ സത്യം പറഞ്ഞാൽ എടുക്കാൻ നനഞ്ഞിരുന്നു, കാരണം കോട്ടറി ലീക്ക് ഉണ്ടായിരുന്നു. പക്ഷെ കണ്ട് കഴിഞ്ഞപ്പോഴാണ് സമാധാനം. ഞാൻ ശരിക്കും ഡിസ്റ്റർബ് ആയിരുന്നു. കാണാൻ പറ്റുന്നുണ്ട് ഇങ്ങനെ ഉള്ളിൽ ഭയങ്കര. കാരണം ഈ സൂപ്പർ ഹീറോസ് മൊത്തം എടുത്താൽ, ഈ മാർവൽ യൂണിവേഴ്സ് മൊത്തം എടുത്താൽ, ഏത് സൂപ്പർ ഹീറോസ് എടുത്തു കഴിഞ്ഞാലും പേഴ്സണലി എന്റെ ഫേവറേറ്റ് തോറാണ്. പക്ഷേ ഞാൻ ഇത്രയും എന്റർടൈൻഡ് ആവണത്, അല്ലെങ്കിൽ അത്രയും എൻജോയ് ചെയ്ത് കാണുന്ന ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഡെഡ്പൂളിന്റെ ക്യാരക്ടറാണ്. പുള്ളിക്കാരൻ സ്ക്രീനിൽ വന്ന് നിന്നാൽ തന്നെ എനിക്ക് ചിരി വരും. അത്രയും ഗംഭീരമായിട്ടാണല്ലോ അത്, എന്താ പറയാ, ഫൺ പാർട്ട് അവര് മേക്ക് ചെയ്തിരിക്കുന്നത്. അത് ഡയലോഗ്സിലാണെങ്കിലും ശരി, പെർഫോമൻസിലാണെങ്കിലും ശരി, ഈവൻ ഫൈറ്റിലാണെങ്കിൽ പോലും അത്രയും ഒരു കോമഡി ഫീൽ ചെയ്തിട്ടുള്ള ഒരു ജേർണിയാണ് ഡെഡ്പൂളിന്റെ കൂടെ ഉള്ളത്. സോ അത്തരത്തിലൊരു സാധനമാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു ക്യാരക്ടർ. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ഡിസ്റ്റർബ്ഡ് ആയിട്ട് ഇങ്ങനെ ഇരുന്നിരുന്നത്. കണ്ടു കഴിഞ്ഞപ്പോ ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി, എക്സ്ട്രാ ഓർഡിനറി മൂവി. ശരിക്കും ഒരു ട്രീറ്റ് ആയിരുന്നു. അത് എല്ലാ തരത്തിലുള്ള ട്രീറ്റും, വിഷ്വൽ ട്രീറ്റ് മാത്രമല്ല, അത് കാതുകൾക്കാണെങ്കിലും കാഴ്ചയാണെങ്കിലും ഒക്കെ ഗംഭീരമായിട്ടാണ് അത് ചെയ്തിരിക്കുന്നത്. ഈ ഡെഡ്പൂളിനെ കാണിച്ചുകൊണ്ട് ആണ് സിനിമ തുടങ്ങുന്നത്. അവിടെ തന്നെ വീണ് ഫസ്റ്റ് പോയിന്റ്. കാരണം ആ ഒരു സീൻ അവർ മേക്ക് ചെയ്തിരിക്കണത്, ആൻഡ് 3D, ഓഫ് കോഴ്സ് 3D. എനിക്ക് തോന്നുന്നു ഇത്രയും ഗംഭീരമായിട്ടൊരു 3D ഇഫക്ട് ഇതിനു മുമ്പ് ഞാൻ അനുഭവിച്ചില്ല. ഒരു പക്ഷെ സിനിമ ഇത്രയും അത്ര അധികം ഇഷ്ടത്തോടെ കണ്ടുകൊണ്ടാണോ എന്ന് എനിക്ക് അറിയില്ല. മാത്രമല്ല, എനിക്ക് തോന്നുന്നു തോർ ഇപ്പൊ ലാസ്റ്റ് വന്നിട്ടുള്ള നമ്മുടെ മിന്നൽ, അയ്യോ അത് പുള്ളിനെ പറയാൻ കിട്ടുന്നില്ല. ഓക്കെ, ഇനി മനസ്സിലായല്ലോ. അതൊന്നും എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. സിനിമ തന്നെ വലിയ ബോർ പരിപാടിയായിരുന്നു. മാർവൽ തന്നെ അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് പോയിരുന്നത്. പക്ഷെ ഇത് മാർവലിന്റെ ഒരു വമ്പൻ കംബാക്ക് ആണ് കേട്ടോ. അതിലേക്കൊക്കെ വരാം. അപ്പോ എനിക്ക് ആ തോറ് കണ്ടപ്പോ അങ്ങനെയായിരുന്നു. ലാസ്റ്റ് ആ ലൈറ്റ്നിങ് എന്തായിരുന്നത്, അയ്യോ എന്തായാലും ആ സംഭവം എനിക്ക് വലിയ ഇഷ്ടപ്പെട്ടിരുന്നില്ല. പക്ഷെ ഇത് തുടക്കം തന്നെ ആ 3D ഇഫക്റ്റ് കണ്ണിന്റെ മുമ്പിൽ ഇങ്ങനെ കറക്റ്റ് ആ ഒരു ഫൈറ്റും ആ സംഭവങ്ങളൊക്കെ ഗംഭീരമായി ചെയ്തിരിക്കുന്നത്. അതും ആ സ്കെൽട്ടൺ വെച്ചിട്ട് ചെയ്തിരിക്കുന്ന പരിപാടിയൊക്കെ കിടുക്കാച്ചി കിടുക്കാച്ചി. അവിടെ ആളുടെ പേര് എഴുതി കാണിക്കുന്നത്, കാസ്റ്റ് ആൻഡ് ക്രൂ എഴുതി കാണിക്കുന്നതും, അവിടെ കൊടുത്തുള്ള BGM-ഉം ബീറ്റും ആ ഒരു സ്ലോമോയും എല്ലാം സൂപ്പർ ആയിരുന്നു. പിന്നെ അങ്ങനെ ഡെഡ്പൂളിന്റെ ക്യാരക്ടർ വെച്ച് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിലാണ് ഈ വോൾവറിൻ കയറി വരുന്നത്. എന്റെ അമ്മോ, എക്സ്മെൻ, ആക്ച്വലി ലോഗൻ. പുള്ളിക്കാരൻ വന്നതോട് പിന്നെ ഫുൾ ഫൈറ്റ്. ഇവർ തമ്മിൽ ഭയങ്കരമായ ഫൈറ്റ്, അതും കോമഡി ഇല്ലാത്തൊരു പരിപാടി ഡെഡ്പൂളിൽ ഇല്ല കേട്ടോ. അത് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാലോ. സോ അത് ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. രണ്ടുപേരും തമ്മിലൊരു കെമിസ്ട്രി, ഇത് എങ്ങനെ ഇവര് കൊണ്ടുവരുന്നുള്ള ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു. ഏകദേശം നമുക്ക് അറിയാതെ ഇന്ന രീതിയിലൊക്കെ ആയിരിക്കും പോവാന്നുള്ളത്. പക്ഷെ ചിന്തിച്ചതിന്റെ ഒക്കെ 10 മടങ്ങ് എക്സ്ട്രാ ഒരു ഔട്ട്സ്റ്റാൻഡിങ് മേക്കിംഗ് ആണ് അവർ ചെയ്തു വെച്ചിരിക്കുന്നത്. അതിന്റെ 10 ഇരട്ടി ഗംഭീരം എന്ന് തോന്നുന്ന ഒരു ഫീല് ഈ സിനിമയ്ക്ക് തരാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട്, അതിന്റെ അവസാനം വരെ. പിന്നെ ഇതിൽ കൊണ്ടുവന്നിട്ടുള്ള മാർവൽ യൂണിവേഴ്സിലെ പല ക്യാരക്ടേഴ്സ്, ഞാൻ ആരൊക്കെയൊന്നും പറയുന്നില്ല, കാണാത്തവർ ഇനി ഉണ്ടാവും. അതൊക്കെ വളരെ നൈസായിട്ട് കറക്റ്റ് ടൈമിങ്ങിൽ ഓരോ ആളുകളെയും കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഡെഡ്പൂൾ എന്താ പറയാ, ഒരു ഡെഡ്പൂളിന്റെ മാത്രം ഒരു യൂണിവേഴ്സ് ഇതിൽ അവർ വേറെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആ ഒരു ഫൈറ്റ് അല്ല, സൂപ്പർ ഫൈറ്റ് ആയിരുന്നു. ഓരോ ഫൈറ്റും എല്ലാം കിടലായിരുന്നു. പക്ഷെ അത് പ്രത്യേകം എടുത്തു പറഞ്ഞത് നല്ല രസമുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. എൻ്റെ ഒരു കുട്ടി ഡെഡ്പൂളൊക്കെ വരുന്നുണ്ട്. അതൊക്കെ ഭയങ്കര കോമഡി ആയിട്ടും, പ്ലസ് അതിന്റെ കൂടെ തന്നെ ആ ഫൈറ്റ് വിഷ്വലിയും ഭയങ്കര ഗംഭീരമായിരുന്നു. ഈ ഡെഡ്പൂളിന്റെ ഫൈറ്റ് പൊതുവെ ബാക്കിയുള്ള ഏത് സംഭവങ്ങൾ എടുത്ത് നോക്കിയാലും എല്ലാം അടിപൊളിയാണെങ്കിൽ പോലും ഡെഡ്പൂളിന്റെ ഫൈറ്റ് കാണുമ്പോൾ പ്രത്യേക ഒരു രസമുണ്ട്. കാരണം പുള്ളി ഇത് കോമഡിയോട് കൂടി ചെയ്യുന്ന സമയത്ത് ഈ ഫൺ എലമെന്റ് ഭയങ്കരമായിട്ട് ഇതിലുണ്ടാവും. അതിലെ സ്ലോ മോഷൻ കാണിക്കുമ്പോൾ പുള്ളിന്റെ ആ ഒരു എക്സ്പ്രഷൻസും പുള്ളിയുടെ ആ സമയത്ത് ടൈമിങ്ങിൽ വരുന്ന ചില കോമഡി ഡയലോഗ്സും അതൊക്കെ ഭയങ്കര നൈസായിട്ട് തന്നെ ഇതിലേക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ തോന്നുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്, ഇത് ഒരുപക്ഷെ ഈ ആദ്യമായിട്ട് കാണുന്ന ആളുകളാണെങ്കിലും ഈ വിഷ്വലി ഇത് ഭയങ്കര രസം ഉണ്ടാവും. ഡെഡ്പൂളിന്റെ ക്യാരക്ടർ ആണെങ്കിലും വോൾവറിൻ ആണെങ്കിലും ഇതിൽ വരുന്ന ആരാണെങ്കിലും അതൊക്കെ നന്നായിട്ട് അവർ ആസ്വദിക്കാനും പറ്റും. പക്ഷെ എനിക്ക് തോന്നുന്നു ചില സ്ഥലങ്ങളിലെ കോമഡി ഒന്നും അവർക്ക് വർക്കൗട്ട് ആവാൻ സാധ്യതയില്ല. കാരണം ആദ്യം മുതലുള്ള, ഇപ്പോ എക്സ്മെൻ ആണെങ്കിലും ഈ ഒറിജിൻ മുതലുള്ള ഇങ്ങോട്ടുള്ള മറ്റു പല ക്യാരക്ടേഴ്സും അവരുടെയൊക്കെ ഒരു കഥ എന്തായിരുന്നു, ഇവരൊക്കെ എങ്ങനെയാണ് ഇതിലേക്ക് എത്തിപ്പെട്ടത് എന്നുള്ള ഒരു ഏകദേശം ഒരു ബേസിക് ഐഡിയ എങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് പല കാര്യങ്ങളും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഞാൻ അതിനെക്കുറിച്ചൊന്നും കൂടുതൽ പറയുന്നില്ല. കാരണം യൂട്യൂബിലൊക്കെ ഒരുപാട് വീഡിയോസ് കിടക്കുന്നുണ്ട് ഈ ബിഫോർ വാച്ചിങ് ദിസ്
മൂവി എന്ന് പറഞ്ഞിട്ട്, അതായത് ഈ ഡെഡ്പൂൾ വേഴ്സസ് വോൾവറൈൻ എന്ന് പറഞ്ഞിട്ട്, അല്ലെങ്കിൽ ഡെഡ്പൂൾ ആൻഡ് വോൾവറൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ഈ മൂവി കാണുന്നതിന് മുമ്പ് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ബേസിക് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഒരുപാട് വീഡിയോസ് യൂട്യൂബിൽ കാണുന്നുണ്ട്. ഇനിയും ആരെങ്കിലും കാണാത്തതുണ്ടെങ്കിൽ, ഇനി നാളെയോ മറ്റന്നാളൊക്കെ ആയിട്ട് കാണാൻ ആഗ്രഹിക്കുന്നവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത്തരത്തിലുള്ള സാധനങ്ങൾ, കാരണം നിങ്ങൾ ഇത് പരിചിതമല്ലാത്തൊരു സംഭവമാണെന്നുണ്ടെങ്കിൽ ഈ ഇങ്ങനത്തെ വീഡിയോ എങ്കിലും മിനിമം കണ്ട് പോകാൻ ശ്രമിക്കുക. അല്ലെങ്കിൽ ഈ ഒരു ലിമിറ്റഡ് പീരീഡിൽ ഇത്രയും ഇതിന് മുമ്പുള്ള വന്ന സാധനങ്ങളൊക്കെ നിങ്ങൾ ഇരുന്ന് കാണുമെന്ന് പറയാൻ പറ്റില്ല. ടൈം ഉണ്ടെങ്കിൽ കാണുക, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള വീഡിയോകളും കണ്ടു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് കുറച്ചും കൂടെ കാര്യങ്ങളുടെ ഒരു കിടപ്പോശം മനസ്സിലാവും. എന്ന് വെച്ചാൽ അല്ലെങ്കിൽ സിനിമ എൻജോയ് ചെയ്യാൻ പറ്റില്ല എന്നല്ല പറയുന്നത്, തീർച്ചയായിട്ടും എൻജോയ് ചെയ്യാം. അത്രയും നല്ല ഒരുപാട് മൊമെന്റ്സ് ഈ സിനിമയിലുണ്ട്. ഒരുപാട് ഫൈറ്റ് ആണെങ്കിലും ഈ പറഞ്ഞ ഫൺ എലമെന്റ്സ് ആണെങ്കിലും വിഷ്വലി ആണെങ്കിലും ഒക്കെ ഒരുപാട് സാധനങ്ങളുണ്ട്. പക്ഷെ ചെറിയ ചെറിയ സാധനങ്ങൾ പോലും നിങ്ങൾക്ക് മിസ്സാവാതെ കാണാം. കാരണം എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഇതിൽ ഓരോ സെക്കൻഡും നമുക്ക് എൻജോയ് ചെയ്യാനുണ്ട്. ഒരു സെക്കൻഡ് പോലും നമുക്ക് ലാഗ് അടിക്കുക ഇല്ലെങ്കിൽ എന്താ പറയുന്നു, ജസ്റ്റ് നമ്മളൊന്ന് അറിയാണ്ടൊന്ന് ഇതെന്താണ് ഇത് അടുത്ത വരട്ടെ എന്നുള്ളൊരു തോന്നലോ അങ്ങനെ ഒന്നുമില്ല. നമ്മൾ ആ തുടക്കം മുതൽ അവസാനം വരെ ഓരോ സെക്കൻഡും നമുക്ക് ഇങ്ങനെ ഭയങ്കര രസമാണ് വരുന്നത്. അത് അത്രയും നന്നായിട്ടാണ് അവർ ചെയ്തിരിക്കുന്നത്. അങ്ങനെ ഒരു ഫീൽ കിട്ടണമെങ്കിൽ നിങ്ങൾക്ക് ഇതിന് മുമ്പ് എന്ത് സംഭവിച്ചു എന്നുള്ളതിന്റെ ഒരു ബേസിക് ഐഡിയ വേണം എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നിങ്ങൾക്ക് പോകുമ്പോൾ ഇത്രമാത്രം എൻജോയ് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ആൻഡ് ഇതൊരു പക്ക ട്രിബ്യൂട്ട് ആയിട്ടാണ് ഇവർ ചെയ്തിരിക്കുന്നത്. അത് മാർവൽ യൂണിവേഴ്സിന് തന്നെ ഇവർ കൊടുത്തിരിക്കുന്ന ഒരു ട്രിബ്യൂട്ട് ആയിട്ട് വേണമെങ്കിൽ കൂട്ടാം. ഇല്ലെങ്കിൽ നമുക്ക് ഇതിന്റെ ആരാധകർക്ക് അല്ലെങ്കിൽ പ്രേക്ഷകർക്ക് ഇത്രയും മൊത്തം സാധനങ്ങൾ എന്നിട്ട് ഒരു ഫാൻ പടം മേക്ക് ചെയ്യുന്ന രീതിയിൽ നമുക്ക് ഫാൻസിന് വേണ്ടി, ഇതിന്റെ ഓരോ ക്യാരക്ടറിന് ഫാൻസിന് വേണ്ടി ചെയ്തിരിക്കുന്ന ഒരു സാധനം, അതും അത്രയും മാക്സിമം അവരുടെ മാക്സിമം എഫേർട്ട് എടുത്ത് മാക്സിമം സ്റ്റൈലിഷ് ആക്കി ഭയങ്കര രസമായിട്ടാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഭയങ്കര എൻജോയ് ചെയ്തു, ഞാൻ ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു. ഭയങ്കര രസമുണ്ടായിരുന്നു കണ്ടിരിക്കാൻ. ലാസ്റ്റ് വന്നിട്ടുള്ള മാർവലിന്റെ സാധനങ്ങളൊക്കെ ബമ്പൻ ടോപ്പ് പരിപാടിയായിരുന്നു. അത് ഞാൻ പറയേണ്ടത് നിങ്ങൾക്ക് അറിയാം, കൂടുതൽ അതിലേക്ക് പോകുന്നില്ല. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി പക്ക നമ്മളെ ഒരു ഫാൻ ആയിട്ടുള്ള ആള്, അല്ലെങ്കിൽ ഇപ്പോൾ മാർവലിന്റെ സാധനങ്ങളിൽ നമ്മൾ കണ്ട് പരിചിതമായിട്ടുള്ള ആളാണ്. അത്തരത്തിൽ ഒരാൾ മാർവലിന്റെ പുതിയൊരു സാധനം വരുന്നു എന്ന് പറയുമ്പോൾ എന്താണോ നമ്മൾ ആഗ്രഹിക്കുന്നത്, എസ്പെഷ്യലി ഈ വോൾവറൈനും ഡെഡ്പൂളൊക്കെ വരുമ്പോൾ നമ്മൾ എന്താണോ ആഗ്രഹിക്കുന്നത് അതിന്റെ ഏറ്റവും ടോപ്പ് ലെവൽ തന്നെ അവർ തന്നിട്ടുണ്ട് എന്നാണ് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത്. സോ ഐ എം സോ ഗ്ലാഡ് ഈ സിനിമ കണ്ടതിൽ ഭയങ്കര സന്തോഷമുണ്ട്. സോ കണ്ടിട്ടുള്ള ആളുകളുടെ തീർച്ചയായിട്ടും നിങ്ങൾ മറക്കാതെ നിങ്ങളുടെ കമന്റുകളൊക്കെ അഭിപ്രായങ്ങളൊക്കെ കമന്റിൽ രേഖപ്പെടുത്തുക. ഇനി ആരെങ്കിലും കാണാൻ പോകുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും കാണാൻ ധൈര്യമായിട്ട് ടിക്കറ്റ് എടുക്കാം. ഒരു 2 മണിക്കൂർ നേരം ഭയങ്കര രസമായിട്ട് കണ്ടിരിക്കാനുള്ള സാധനങ്ങളുണ്ട്. അതിനിടയിൽ വന്നു പോകുന്ന ഒരുപാട് ക്യാരക്ടേഴ്സ് ഉണ്ട്. ആ ക്യാരക്ടേഴ്സിനെയൊക്കെ വളരെ നല്ല രീതിയിൽ തന്നെ ഇതിൽ അവർ കാണിച്ചിട്ടുണ്ട്. സോ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമന്റിൽ രേഖപ്പെടുത്തും.